ഈ തോട്ടപ്പള്ളിയിലെ തന്നെ ഈ രംഗത്ത് ഈ കരിമണൽ ഖനനം ചെയ്യുന്നതിനെതിരെ പ്രവർത്തിക്കുന്നവരിൽ ഒരു പ്രധാനിയായ സുരേഷ് തോട്ടപ്പള്ളി ടെലിഫോൺ ലൈനിൽ. ശ്രീ സുരേഷ്, ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയല്ലേ? വലിയൊരു കൊള്ള അവിടെ നടക്കുന്നില്ലേ? അതിൽ ഈ മാസപ്പടി വിവാദം കൂടി വന്നതോടെ ഇതിന് പിന്നിലെ മറ്റ് കരങ്ങളും സംശയിക്കുന്നുണ്ടോ? ഹലോ സുരേഷ്, കേൾക്കാമോ? കേൾക്കാം സാറേ, കേൾക്കാം. സുരേഷ്, വലിയൊരു കൊള്ള തന്നെയാണോ നടക്കുന്നത് ഇപ്പോൾ തോട്ടപ്പള്ളിയിൽ? സാറേ, ഇത് ഈ ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിട്ട് ചിത്രീകരിക്കപ്പെടാൻ പോവുകയാണ് വരുന്ന ആളുകളിൽ. ഇത്രയും വലിയ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അഴിമതിയാണ് ഇത്. 2019 ഒരു ഓർഡറിനെ കുറിച്ച് സാർ ഇപ്പോ സൂചിപ്പിച്ചില്ലേ? ആ 2019 ഓർഡർ വായിക്കുമ്പോൾ ഡോക്ടർ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനും IITയും പറഞ്ഞതനുസരിച്ചിട്ടാണ് ഇവിടുന്ന് മണൽ നീക്കുന്നത് എന്നാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് MS സ്വാമിനാഥനോ IITയോ ഒരു പഠനം ഇവിടെ നടത്തിയിട്ടില്ല. പക്ഷേ ഇത് CMRLന്റെ ഉദ്യോഗസ്ഥരും IRE KMML ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും കൂടെ വളരെ ഗൂഢമായി ആലോചിച്ചുണ്ടാക്കിയ ഒരു ഉത്തരവാണ്. മൈനിങ് എന്നൊരു ടേം ഇവിടെ പറയുന്നില്ല. MS സ്വാമിനാഥനും IITയും പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഏറ്റവും രസകരമായ ഒരു വസ്തുത, ഈ MS സ്വാമിനാഥൻ ഇവിടെ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് സൈറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. 2007 അദ്ദേഹം അത് ഇറക്കുന്നത്. അത് ഈ വെറ്റ് ലാൻഡ് എക്കോ സിസ്റ്റത്തിന് അതിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വലിയ പഠനമാണ്. അതിൽ അദ്ദേഹം AC കനാല് വൃത്തിയാക്കുന്നതിനെ കുറിച്ചും ജലനിർഗമന മാർഗങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചും ഈ സ്പിൽവേ കനാൽ എന്ന് പറയും, സ്പിൽവേ കനാൽ, അതായത് സ്പിൽവേ പാലത്തിൽ നിന്നും കിഴക്കോട്ട് പമ്പ നദി അച്ചൻകോവിൽ ആറും സംഗമിക്കുന്ന സ്ഥലം 11 കിലോമീറ്ററാണ്. അവിടെ ഡീസിൽട്ടിങ് നടത്തണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഡീസിൽട്ടിങ് പ്രക്രിയ ഒന്നും ചെയ്തില്ല. ഇവിടെ MS സ്വാമിനാഥൻ ഇവിടുന്ന് പൊഴി മുഖത്തുനിന്ന് മണല് നീക്കണമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഇത് KMML-നും IREക്കും കൊടുത്തിരിക്കുന്ന ഈ ലൈസൻസ് ഉണ്ടല്ലോ, അതാണല്ലോ ഈ 2019 എഗ്രിമെന്റിൽ ഉള്ളത്. 464 പെർ മീറ്റർ ക്യൂബ് വെച്ചിട്ട് കരിമണൽ എടുക്കാം എന്നുള്ള കാര്യം. അതെങ്ങനെ CMRL-ലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നു ശ്രീ സുരേഷ്? അത് വലിയ രസമാണ് സാർ. അതായത് ഈ പൊഴിമുഖത്ത് നമ്മുടെ തോട്ടപ്പള്ളിയിൽ 2013 ഖനനം തുടങ്ങി. IREL 2013 തോട്ടപ്പള്ളിയിൽ ഖനനം തുടങ്ങി. ഹാർബറിൽ അവര് കൊണ്ടുപോയ മണ്ണിന് ഒരു കണക്കുമില്ല. അതിനുശേഷമാണ് 2020 ഇവിടെ ഖനനം തുടങ്ങുന്നത്. അപ്പോ ഈ നമ്മുടെ KMML-നെ കൊണ്ടൊരു എഗ്രിമെന്റ് ഒപ്പിടിക്കുകയാണ്. KMML-നെ കൊണ്ടൊരു എഗ്രിമെന്റ് ഒപ്പിടിച്ചത് KMML ആണ് പൊഴിമുഖത്തുനിന്ന് മണലെടുക്കുന്നത്. അപ്പൊ KMML പൊഴിമുഖത്തുനിന്ന് മണലെടുത്തപ്പോ KMML-ന് നേരിട്ട് ഇൽമനൈറ്റ് CMRL-ന് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇൽമനൈറ്റ് ഏറ്റവും കൂടുതൽ വേണ്ടത് KMML-ആണ്. അതുകൊണ്ട് അവിടെ IREL എന്ന് പറയുന്ന ആ പൊതുമേഖലാ സ്ഥാപനത്തെ ക്ഷണിക്കുകയാണ്, ഇൻവൈറ്റ് ചെയ്യുകയാണ് KMML. എന്നിട്ട് അവരോട് പറയുകയാണ്, അവര് തമ്മിലൊരു കരാറുണ്ടാക്കി. IREL-ഉം KMML-ഉം തമ്മിലൊരു കരാറുണ്ടാക്കി. പകുതി ഇവിടുന്ന് എടുക്കുന്ന മണല് പകുതി IREL കൊണ്ടുപോകണം, പകുതി KMML കൊണ്ടുപോകണം. എന്നിട്ട് വേറൊരു ഉറപ്പും കൂടെ അവര് തമ്മിലുണ്ടാക്കി. ഇവിടുന്ന് IREL കൊണ്ടുപോകുന്ന ആ കരിമണലിലെ ഇൽമനൈറ്റ് മുഴുവൻ KMML-ന് തരണം. അത് പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം ഇവിടുന്ന് മണലെടുക്കുന്ന അവസരത്തിൽ CMRL-ലേക്ക് KMML 100 കണക്കിന് ലോറി മണലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വലിയ ഗൂഢ ശ്രമത്തിന്റെ ഭാഗമായി ശരിയാണ് സുരേഷ്. താങ്കൾ ദയവായി തുടരുക. ശ്രീ